ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ കേരള പാഠാവലിയാണ്. 10th കേരള പാഠാവലി പുതിയ പാഠപുസ്തകമാണിത്. അപ്പോൾ അത് അടിസ്ഥാനമാക്കി നമ്മൾ ചെയ്യുന്നത് 2ാമത്തെ യൂണിറ്റ് ആണ്. ഉള്ളിലാണ് എപ്പോഴും ഉന്മദാൻ എന്ന പോൽ. ഓക്കെ, ഇതിൽ ആദ്യ ചാപ്റ്റർ ആയ റെസിഡന്റ് എഡിറ്റർ ഇതാണ് നമ്മൾ നോക്കുന്നത്. മുഴുവനായിട്ടുള്ള വിശദീകരണം, പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ, ചോദ്യോത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ക്ലാസ്. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. മലയാളത്തിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കിയാലോ. റെസിഡന്റ് എഡിറ്റർ. ഉള്ളിലാണ് എപ്പോഴും ഉന്മദാൻ എന്ന പോൽ. കണ്ണ് കണ്ണിനെ കാണുന്നില്ല എന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ്. അത് വളരെ കറക്റ്റാണ് അല്ലേ? കണ്ണ് കണ്ണിനെ കാണുന്നുണ്ടോ? ഇല്ല. KA ജയശീലൻ സമാഹരിച്ച കവിതകൾ. അപ്പൊ നമുക്ക് നോക്കാം. റെസിഡന്റ് എഡിറ്റർ. പുണ്യതീർത്ഥ സ്വാമികളുടെ പാത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ്വര അയ്യങ്കാർ. അയ്യങ്കാർ അവിടുത്തെ ഒരു റിപ്പോർട്ടറാണ്. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, സന്ധ്യയ്ക്ക് മാമ്പല്ലത്തു കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങാ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം. അയ്യങ്കാരുടെ ജോലികൾ ഇതായിരുന്നു. എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലെന്നു കണ്ടപ്പോൾ വെങ്കടേശനു കുണ്ഠിതമായി. സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തന്റെ തലയ്ക്കു മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായി അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണ്. അപ്പോൾ ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്തിട്ടും ചീഫ് എഡിറ്ററായിട്ട് ഇയാൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നില്ല. ഇയാളുടെ ബാക്കിൽ വന്നവർക്കൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വെങ്കടേശൻ മനംതൊന്നിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. ആ സമയത്താണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. വെങ്കടേശന്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു. അതൊരു അവസരമായിരുന്നു. എ ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു. പത്രസ്വാമിക്ക് ബഹു സന്തോഷമായി. മുൻകൂറായി ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് അദ്ദേഹം വെങ്കടേശനെ പ്രോത്സാഹിപ്പിച്ചു. 6 മാസത്തേക്ക് അയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ കുണ്ഠിതം തിരികെ വന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. പത്രസ്വാമിയെ രാവിലെ വീട്ടിൽ ചെന്നു കാണുക, പറയുക. ഈ പത്രസ്വാമിയാണ് ഓണർ കേട്ടോ. പോയി പറയാമെന്ന് കരുതി. അടിയന്തരമായി ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്നിക്കണം എന്ന് പറയണം. എന്നെ ചീഫ് എഡിറ്റർ ആക്കണം, അല്ലെങ്കിൽ ചീഫ് റിപ്പോർട്ടർ ആക്കണം, ഇല്ലെങ്കിൽ ഞാൻ രാജിവെക്കുകയാണ്. പിറ്റേന്ന് കാലത്ത് തിരുപ്പതി തമ്പുരാന്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു. ആ സ്വാമി മുകളിലാണെന്ന് ഭൃത്യൻ വാൾതുറൈ സ്വാമി പറഞ്ഞു. കോണി കയറാൻ വെങ്കടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ അൾസേഷ്യൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധന്റെ നേർക്ക് കുരച്ചു ചാടുന്നത്. നിമിഷാർദ്ധം ശങ്കിക്കാതെ വെങ്കടേശൻ ഉടുത്ത മുണ്ടഴിച്ച് സിംഹത്തിന്റെ മുഖത്തെറിഞ്ഞു കോണി കയറി. അതായത് ആ പട്ടിയുടെ മുഖത്തേക്ക് എറിഞ്ഞ് എന്ത് ചെയ്തു? കോണി കയറി പോയി. കൗപീനവും ഷർട്ട് കോട്ടും തലപ്പാവും ധരിച്ചു തന്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി താഴെ പട്ടിയുടെ ഉഗ്രമായ കുര ശ്രദ്ധിച്ച് പത്രസ്വാമി ഒരു നിമിഷം നിന്നാൻ. അപ്പൊ ഈ വേഷം, ഇയാളെ മുണ്ടില്ല. അപ്പൊ ഈ വേഷം കണ്ടിട്ട് ഒരു നിമിഷം പത്രസ്വാമി അങ്ങനെ നിന്നു. പിന്നീട് 2 പേരും താഴെ ഇറങ്ങി. വെങ്കടേശന്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ചു നുറുക്കിയിടുകയാണ്. പട്ടിയെയും മറ്റ് വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്ന വേണം? വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. നിനക്ക് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ ചീഫ് റിപ്പോർട്ടർ ആകണം എന്ന് ഉത്തരം പറയും. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് ரொம்ப ചിന്ന പോസ്റ്റ്, വേറെന്നാ വേണം? അപ്പം നിനക്കത് ചെറിയ പോസ്റ്റ് അല്ലേ, വേറെന്താ വേണമെന്ന് ചോദിക്കും. നിങ്ങൾ കൽപ്പിച്ചാൽ മതി, പത്രസ്വാമി ഉത്തരവായി. இந்த നിമിഷം മുതൽ ചെത്തുപോകും വരയ്ക്കും നീ നമ്മ പത്രത്തോടെ റെസിഡന്റ് എഡിറ്റർ. അപ്പോൾ എന്താണ്, അത് ചെറിയ പോസ്റ്റാണ്. ഇപ്പം മുതൽ ഇനി നീ മരിക്കും വരയ്ക്കും നീ നമ്മുടെ പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ.
എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഇത് വീക്കെൻഡിന്റെ ഒരു ഹാസ്യപരമായിട്ടുള്ള ഒരു കഥയാണ്. അപ്പം നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യ പ്രവർത്തനം, അടിയന്തരമാ ചീഫ് റിപ്പോർട്ടർ ആകണം. ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കണം, മன்னிക്കണം. മാധ്യമപ്രവർത്തകനായ വെങ്കടേഷ് അയ്യങ്കാരെ ഈ നിലപാടിലേക്ക് എത്തിച്ച സാഹചര്യം എന്തായിരുന്നു? കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, പുണ്യതീർത്ഥ സ്വാമികൾ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ റിപ്പോർട്ടറായി ജോലിയിൽ പ്രവേശിച്ചയാളാണ് വെങ്കടേശ്വര അയ്യങ്കാർ. ചെറിയ ജോലികൾ മാത്രമാണ് ഏൽപ്പിച്ചിരുന്നത്. മജിസ്ട്രേറ്റ് കോടതികളുമായി ബന്ധപ്പെട്ട വിധിന്യായം എന്താണെന്ന് അറിയുക, വൈകുന്നേരം നഗരത്തിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് പത്രത്തിൽ ഒരു കോളം എഴുതുക, ഇതുമാത്രമായിരുന്നു ജോലി. ഇത്രയും നിസ്സാരമായ ജോലി നൽകിയത് അയ്യങ്കാരുടെ ബുദ്ധിവൈഭവം എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം. കഴിവും പ്രകടനപരതയും കാലിൽ വീഴാനുള്ള സാമർഥ്യവും അധികമുള്ള ജൂനിയേഴ്സ് മിക്കവരും അയ്യങ്കാരുടെ തലയ്ക്ക് മുകളിലൂടെ ചീഫ് റിപ്പോർട്ടർമാരായി. വ്യാഴവട്ടങ്ങൾ കഴിഞ്ഞിട്ടും അയ്യങ്കാർ സാധാ റിപ്പോർട്ടർ തന്നെ. നിവൃത്തിയില്ലാതെയാണ് ഒടുവിൽ പത്രമുടമയുടെ വീട്ടിൽ പോയി പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ജോലിയിലുള്ള കഴിവിനേക്കാൾ കുതികാൽ വെട്ടാനുള്ള കഴിവുള്ളവർക്കും സ്വന്തം അവകാശങ്ങൾ പിടിച്ചുവാങ്ങാനുള്ള ശേഷിയുള്ളവർക്കും മാത്രമേ ഇന്ന് മാധ്യമലോകത്ത് നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം കഥാകാരൻ ഇവിടെ ഹാസ്യരൂപേണ വ്യക്തമാക്കിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം, இந்த നിമിഷം മുതൽ ചെത്തുപോകും വരേക്കും നീ നമ്മ പത്രത്തോടെ റെസിഡന്റ് എഡിറ്റർ. ഫലിതവും ആക്ഷേപഹാസ്യവും ആവിഷ്കരിക്കാൻ ഈ വരികൾ എത്രത്തോളം പര്യാപ്തമാണ്? നിങ്ങൾ പരിചയപ്പെട്ട വീക്കെൻഡിന്റെ മറ്റു കഥകൾ കൂടി പരിഗണിച്ച് വീക്കെൻഡ് കൃതികളിലെ ഹാസ്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. നോക്കാം. വീക്കെൻഡ് നമ്മുടെ കാലഘട്ടത്തിന് യോജിക്കുന്ന കഥാപാത്രങ്ങളെയും ഭാഷയെയും രൂപപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇതിൽ അദ്ദേഹം വേണ്ട, എന്തും ഫലിതത്തിലും ആക്ഷേപഹാസ്യത്തിലും ചാലിച്ച് അവതരിപ്പിക്കുന്ന രീതിയാണ് വീക്കെൻഡ് പിന്തുടരുന്നത്. വ്യക്തികളും സാഹചര്യവും സമൂഹവും ദുഷിച്ചുപോയ അവസ്ഥയിൽ തന്നിൽ നിറയുന്ന ക്രോധം ആവിഷ്കരിക്കാൻ ഈ എഴുത്തുകാരൻ പഴയ രചനാ നിയമങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്നു. നിലവിലുള്ള സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ബഹുജനത്തിൽ ഭൂരിപക്ഷമുള്ള സാധാരണക്കാരനല്ല, അസാധാരണ കൗശലത്തോടെ ഉയരങ്ങളിലേക്കെത്തി അധികാരത്തെയും നിയമങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന ബുദ്ധിമാന്മാരാണ്. ഈ യാഥാർത്ഥ്യമാണ് റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിലൂടെ പറയാൻ കഥാകാരൻ ആഗ്രഹിക്കുന്നത്. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ ആക്ഷേപഹാസ്യത്തിന്റെ തീപന്തങ്ങൾ ജ്വലിപ്പിക്കാൻ കഥാകാരൻ ശ്രമിക്കുന്നു. വീക്കെൻഡ് കഥാലോകത്ത് ഏത് പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ഉത്തമ പുരുഷനെയാണ് കാണാൻ കഴിയുക. പരിഹാസപാത്രമെന്ന് നമുക്ക് അനുഭവപ്പെടുന്ന വെങ്കടേശ അയ്യങ്കാർ ഒടുവിൽ ആ ജീവനാന്ത റെസിഡന്റ് എഡിറ്റർ സ്ഥാനം നേടുന്നതിന്റെ ഹാസ്യാത്മകമായ അവതരണമാണല്ലോ റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിൽ ഉടുത്തിരുന്ന മുണ്ടുകൊണ്ട് പട്ടിയെ പ്രതിരോധിക്കുന്ന ബുദ്ധി പ്രയോഗിച്ചതിനാണ് പത്രയുടമ അയ്യങ്കാർ ആഗ്രഹിച്ചതിനപ്പുറം നേടിക്കൊടുത്തത്. പ്രത്യുൽപ്പന്നമതി എന്ന് പത്രയുടമ വിശേഷിപ്പിക്കുന്നത് അഥവാ പരിഹസിക്കുന്നത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. സരസനും കൊതിയനുമൊക്കെയായ ഒരാൾക്ക് റെസിഡന്റ് എഡിറ്ററിൽ കുറഞ്ഞ ഒരു പദവി നൽകാനില്ലെന്ന് ചിന്തിച്ച് സ്വാമി VKNന്റെ തികഞ്ഞ പ്രതിരൂപമാണ്. VKNന്റെ മറ്റു ചില കഥകൾ പരിശോധിക്കാം. വിശപ്പും കൊതിയുമുള്ള ഒരുവൻ ഭക്ഷണത്തെ കാണുന്ന വിധം വ്യക്തമാക്കുന്ന കഥയാണ് ദോശ. ഇതുപോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വീക്കെൻഡ് കഥകളാണ് പ്രാതൽ, കുക്കുടപ്പാകം, രൗദ്രഭീമൻ മുതലായവ. ഹാജിയർ എന്ന കഥാപാത്രം മുഖ്യമായി വരുന്ന ഏതാനും കഥകൾ വീക്കെൻഡ് എഴുതിയിട്ടുണ്ട്. സാമൂഹിക വിമർശനവും ആക്ഷേപഹാസ്യവും തന്നെയാണ് ഈ രചനകളിലെല്ലാം കാണുന്നത്. ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ ലാസ്റ്റ്. അടുത്തത്, പത്രങ്ങളുടെ അധ്യാപന ശക്തിയെ പറ്റി പറയുമ്പോൾ അതിലെ ഭാഷയും ഗണിക്കേണ്ടി വരുന്നു. മറ്റനേകം കൃത്യങ്ങളെ സാധിക്കുന്ന കൂട്ടത്തിൽ ഭാഷാ പരിഷ്കാരവും പത്രങ്ങളുടെ കടമയിൽപ്പെട്ടിരിക്കുന്നു എന്നത് തർക്കമറ്റ സംഗതിയാകുന്നു. വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശ് അഭിമനി രാമകൃഷ്ണപിള്ള. ഈ അഭിപ്രായം ഇക്കാലത്തും പ്രസക്തമാണോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. പത്രങ്ങൾക്ക് മറ്റുള്ളവരെ അഥവാ സമൂഹത്തെ നന്നാക്കാനുള്ള ധാർമ്മികമായ ബാധ്യതയുണ്ട്. പത്രങ്ങളിലൂടെ സാമൂഹിക തിന്മകളും മറ്റും അനാശാസ്യ പ്രവണതകളും വെളിച്ചത്ത് വരാറുണ്ട്.
പത്രങ്ങൾക്ക് ഇത്തരം ധർമ്മങ്ങൾക്ക് പുറമെ ഭാഷാ പരിഷ്കരണം എന്ന ഉത്തരവാദിത്വവും നിർവഹിക്കാനുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. പൊതുജനങ്ങൾ ഉപയോഗിക്കേണ്ട മാനക ഭാഷയുടെ മാതൃകയാണ് പത്രഭാഷ എന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണയ്ക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പത്രങ്ങളിലെ ഭാഷ എഴുത്തിനും പ്രസംഗത്തിനുമൊക്കെ മാതൃകയാക്കാവുന്നതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കുമുണ്ട്. പത്രഭാഷയിൽ കർമ്മണ പ്രയോഗങ്ങൾ ധാരാളമായി കാണാം. പക്ഷേ മലയാള ഭാഷയിൽ ഇംഗ്ലീഷിന്റെയും സംസ്കൃതത്തിന്റെയും മറ്റും സ്വഭാവം പുലർത്തുന്ന കർമ്മണീ പ്രയോഗങ്ങൾ കൃത്രിമത്വം സൃഷ്ടിക്കുന്നുവെന്നാണ് പരാതി. നേരെ പറയുന്നതിന് പകരം വക്രീകരിച്ചു പറയുന്ന സ്വഭാവവും പത്രഭാഷയിലുണ്ട്. കാരണമായി എന്നതിന് പകരം വഴിമരുന്നിട്ടു എന്ന് പ്രയോഗിക്കുന്നത് ഉദാഹരണം. നവമാധ്യമങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമവും വികലവുമായ പല പ്രയോഗങ്ങളും അടുത്ത കാലത്ത് പത്രങ്ങളിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എയറിലായി, തേപ്പ് കിട്ടി, തന്തവൈബ് മുതലായ പദങ്ങൾ ഉദാഹരണങ്ങൾ. അടുത്തത് പത്രസ്വാമി ഉത്തരവായി, പിന്നെ രണ്ടുപേരും താഴെ ഇറങ്ങി. പത്രസ്വാമി